പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ധർമ്മടത്ത് നമ്മുടെ ഷാഫി പറമ്പിൽ എം പിയോ ശ്രീമാൻ സുധാകരൻ എം പിയോ മുൻമന്ത്രി എം പിയോ മത്സരിക്കുകയാണെങ്കിൽ പിണറായി വിജയനെ തളയ്ക്കാൻ കഴിയും. ഇപ്പോൾ പിണറായി വിജയന് 60%, 85% മാർക്കുണ്ടെന്ന മാതൃഭൂമിയുടെ സർവേ കണ്ടത്. എന്നാൽ അതെല്ലാം ഒരു പൊള്ളയാണ്. അവരെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഇവർ ഒപ്പത്തിനൊപ്പം പറയുകയാണ്. അങ്ങനെ ഒരു ഒപ്പത്തിനൊപ്പം ഇല്ല. പിണറായി വിജയൻ ഇവിടെ നാട്ടിൽ മൊത്തം പരാതി മാത്രമേ ഉള്ളൂ. ആ നാട്ടിൽ മൊത്തം അരാജകത്വം സൃഷ്ടിക്കുന്ന കടമെടുപ്പ് മുഖ്യമന്ത്രിയായിട്ട് മാറിയ നരേന്ദ്രമോദിയും പിണറായി വിജയനും കൂട്ടുകച്ചവടം നടത്തുന്ന പരിപാടിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ 60-65%, 80%, 85% എന്ന് പറയുന്നത് വളരെ പൊള്ളയായ വാഗ്ദാനമാണ്. അപ്പോൾ നമ്മുടെ കെ സുധാകരൻ എം പിയോ നമ്മുടെ ഷാഫി പറമ്പിൽ എം പിയോ ധർമ്മടത്ത് മത്സരിക്കുകയാണെങ്കിൽ, MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ ശ്രീമാൻ പിണറായി വിജയനെ തോൽപ്പിക്കാൻ വരെ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പാർട്ടി നേതൃത്വം ഏർപ്പെടുത്തി UDF മൊത്തം ഒരു സർവേ നടത്തി നമ്മുടെ ഷാഫി പറമ്പിലിനെയോ കെ സുധാകരൻ എം പിയോ ധർമ്മടത്ത് നിർത്തുന്നതിന് വേണ്ട നടപടി UDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ CPMൻ്റെ തെറ്റായ കീഴ്വഴക്കങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയും. ധർമ്മടത്ത് കോൺഗ്രസ് വിജയിക്കും എന്നാണ് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇവരുടെ സർവേ ഒന്നും കണക്കാക്കണ്ട. മാതൃഭൂമിൻ്റെ സർവേ ഒപ്പത്തിനൊപ്പം കൊടുത്ത് അവരെ ഇത് കാശ് വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ഒരു സർവേയാണ്. അത് കേരള ജനത മൊത്തം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ചർച്ച ചെയ്യേണ്ടത് 1.5 ലക്ഷം കോടി കടമെടുത്ത ഉമ്മൻചാണ്ടി സർക്കാർ 10-11 മുഖ്യമന്ത്രിമാരുണ്ടായപ്പോൾ 1.5 ലക്ഷം കോടിയാണ് കടം. ഇപ്പോൾ വീണ്ടും പിണറായി വിജയന് ഇത്രയും മാർക്ക് കൊടുക്കണമെങ്കിൽ അപ്പോൾ അത് അവരിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പത്രമാധ്യമങ്ങൾക്ക് വാങ്ങി സർവേ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇത് തെറ്റായ കീഴ്വഴക്കമാണ് എന്നാണ് മാതൃഭൂമിയോട് പറയാനുള്ളത്. ഇത്ര വലിയ മഹാനൊന്നുമല്ല ഈ പിണറായി വിജയൻ പറയുന്നത്. നാട്ടിൽ മൊത്തം പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. VD സതീശനും UDF നേതാക്കൾക്കും രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കും മറ്റ് ഘടകകക്ഷികൾക്കും എല്ലാം ഉള്ള പിന്തുണയൊന്നും പിണറായി വിജയനില്ല. പിണറായി വിജയനെ താങ്ങുന്ന ഈ മാതൃഭൂമിയും മറ്റുള്ള ചാനലുകാരും ആയിക്കോട്ടെ, റിപ്പോർട്ടർ ചാനലായിക്കോട്ടെ, ദേശാഭിമാനി അവരുടെ പത്രമാണ്, അവർ പറയുന്നതിൽ തെറ്റില്ല. കാരണം ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് ഒരു നിഷ്പക്ഷമായി കാര്യങ്ങൾ പറയാതെ ഇത്രയും വലിയ മാർക്ക് കൊടുത്തത് അവർ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരിക്കൽ പറയുന്നു, ഷാഫി പറമ്പിലോ സുധാകരനോ മത്സരിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ തോൽക്കുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു.